गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराध्यां शिवलिंगार्य मध्यमां श्रीबोधानंद संसरन्तीं अस्मदाचार्य पर्यन्तां शिष्य संघान्वितां शुभां गुरु चैतन्य समन्वितां दिव्यां ज्ञान प्रवाहिनीं वन्दे तां चेतनां पुनः। ओम श्रीनारायण परमगुरवे नमः। ओम ശ്രീ ശാരദാംബികായേ നമഃ. സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്നത്തെ പഠന ക്ലാസ്സിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന സജ്ജനങ്ങൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. മൃത്യുഞ്ജയ അഷ്ടകം എന്ന ഈ സ്തോത്രകൃതിയിലെ രണ്ടാമത്തെ ശ്ലോകം, മത്താപനാശനകരം മഹനീയ കീർത്തിം മത്തേവ വക്ത്രജനകം മധുസൂദനേഢ്യം വിത്തേശഭാന്ധവമിനായുധസന്നിഭാംഗം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. ഒന്നുകൂടി ചൊല്ലാം. മത്താപനാശനകരം മഹനീയ കീർത്തിം മത്തേവ വക്ത്രജനകം മധുസൂദനേഢ്യം വിത്തേശഭാന്ധവമിനായുധസന്നിഭാംഗം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. മത്താപനാശനകരം മഹനീയ കീർത്തി മത്തേവ വക്ത്രജനകം മധുസൂദനേഢ്യം വിത്തേശഭാന്ധവം ഇനായുധ സന്നിഭാംഗം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. സരളമാണ് ഈ ശ്ലോകം. അപ്പൊ ഈ ശ്ലോകത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ ഓരോ വാചകങ്ങളായി ചിന്തിച്ചത്, അപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഇതിലെ മുഖ്യ പ്രതിപാദ്യ ദേവത എന്നുള്ളത് മൃത്യുഞ്ജയ ഭഗവാനാണ്. ആ മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. ആരാണ് ഭജിക്കുന്നത്? ഞാനാണ് ഭജിക്കുന്നത്. അപ്പൊ ആ മൃത്യുഞ്ജയ ഭഗവാൻ എങ്ങനെയുള്ള മൃത്യുഞ്ജയ ഭഗവാനാണ്? ഓരോ വിശേഷണങ്ങളാൽ യുക്തനായ മൃത്യുഞ്ജയ ഭഗവാനാണ്. ഇപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിലും അതേ ശൈലിയെ നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ വിശേഷണം തൊട്ട് വിശേഷണങ്ങൾ മൃത്യുഞ്ജയം എന്നതിനോട് ചേർത്ത് ഓരോ വാചകങ്ങൾ ചിന്തിച്ചാൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വാചകം അഹം മത്താപനാശനകരം മൃത്യുഞ്ജയം ഭജേ. മത്താപനാശനകരം എന്നുള്ളത് ഒന്നാമത്തെ വരിയിൽ കാണാൻ സാധിക്കും. ആ ശ്ലോകം കയ്യിലുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ വരിയിൽ ആദ്യ വാചകമാണ്, ആദ്യ പദമാണ് മത് താപനാശനകരം. ഇതൊരു വിശേഷണമാണ്. എന്തിന്റെ വിശേഷണമാണ്? ഈ കൃതിയിലെ മുഖ്യ പ്രതിപാദ്യ ദേവതയായ മൃത്യുഞ്ജയ ഭഗവാന്റെ എന്നതിന്റെ വിശേഷണമാണ്. എല്ലാ ശ്ലോകത്തിന്റെ അവസാനം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം എന്ന് കാണാം. അപ്പൊ അതില് മൃത്യുഞ്ജയം എന്ന വിശേഷ്യത്തിന്റെ വിശേഷണമായി ഈ ഒന്നാമത്തെ വിശേഷണത്തെ സ്വീകരിച്ചുകൊണ്ട് അഹം ഭജേ എന്നതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വാചകം കിട്ടും. അപ്പോൾ ഇങ്ങനെ വായിക്കാം: അഹം മത് താപനാശനകരം മൃത്യുഞ്ജയം ഭജേ. ഞാന് എന്റെ താപത്തെ നശിപ്പിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. മത് എന്ന് പറഞ്ഞാൽ എന്റെ എന്നാണ്. മത് താപനാശനകരം, എന്റെ താപത്തെ നശിപ്പിക്കുന്നു. ഞാൻ എന്റെ താപത്തെ നശിപ്പിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വിശേഷണയുക്തമായ വാചകത്തിന്റെ അർത്ഥം. അപ്പൊ താപം എന്നുള്ളതിന്റെ അർത്ഥം ചൂട് എന്നാണ്. ഇവിടെ താപം എന്ന് പറയുന്നത് ദുഃഖത്തെയാണ്. കാരണം ദുഃഖത്തെ പലപ്പോഴും താപമായിട്ട് പറയാറുണ്ട്. ദുഃഖം നമുക്ക് അനുഭവപ്പെടുന്നത് ഒരുതരം ചൂടായിട്ടാണ്, താപമായിട്ടാണ്.
നല്ല ദുഃഖത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ, നല്ല സങ്കടവും വിഷമവും മനസ്സിനെ അലട്ടുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഒക്കെ വല്ലാത്തൊരു ചൂട് ഉഷ്ണം നമുക്ക് അനുഭവപ്പെടും. ഈ ലോകത്തിന്റെ തന്നെ ദുഃഖത്തെ ആചാര്യന്മാർ സംസാര താപം എന്ന് പറയുന്നു. അതുപോലെ ആ ദുഃഖങ്ങളുടെ സ്വഭാവത്തെ മാനിച്ചുകൊണ്ട് ത്രിവിധ താപങ്ങളെ കുറിച്ചും ആചാര്യന്മാർ പറയുന്നുണ്ട്. നമ്മൾ ഇതിനകം വിവിധ ഗ്രന്ഥങ്ങളിൽ ത്രിവിധ താപങ്ങളെയും കുറിച്ച് പറഞ്ഞു. അപ്പൊ താപം എന്നത് ദുഃഖത്തിന്റെ പ്രകടഭാവമാണ്. നമ്മളൊരു കാര്യത്തെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ താപം എപ്പോഴും ഉണ്ടാകുന്നത് ഘർഷണത്തിന്റെ ഫലമായിട്ടാണ്. ഫ്രിക്ഷൻ. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഒന്നിനോട് ഘർഷണം ചെയ്യുമ്പോൾ അതിന്റെ അനന്തര ഫലമായിട്ട് താപം ഉൽപ്പന്നമാകുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം നിരന്തരം ഈ ലോകത്തോട് ഘർഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഘർഷണം എന്ന് പറയുമ്പോൾ ഈ ലോക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നിരന്തരം ലോകവുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. മനസ്സ് നമുക്ക് അനേകായിരം വ്യക്തിബന്ധങ്ങളെ നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ അനേകായിരം പദ്ധതികളെ ആവിഷ്കരിക്കണമെങ്കിൽ എല്ലാം മാനസികമായ വലിയ വ്യാപാരം ആവശ്യമാണ്. വ്യാപാരം എന്ന് പറയുമ്പോൾ ബിസിനസ് എന്നർത്ഥമല്ല, വ്യവഹരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ശാസ്ത്രീയ പദമാണ് വ്യാപാരം. അപ്പൊ മാനസികമായ ഒരുപാട് വ്യാപാരം നമുക്ക് ആവശ്യമാണ്. അതേപോലെ ശാരീരികമായ വ്യാപാരം ആവശ്യമാണ്. ഇങ്ങനെ നിരന്തര ലോകവുമായി ഘർഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ദുഃഖം എന്തായിട്ട് മാറുന്നു? അത് താപം എന്ന ഒരു ഉപോൽപ്പന്നത്തെ, അനന്തര ഫലത്തെ ഉണ്ടാകും. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് പ്രകാരത്തിലും നമ്മൾ ഈ ലോകവുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ തപിക്കുന്നതായിട്ട്, ദുഃഖിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകവുമായി നമ്മൾ നിരന്തര വ്യവഹാരത്തിൽ, വ്യാപാരത്തിൽ ഇടപെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന ഘടകമാണ് ഇവിടെ ചിന്തനീയമായിട്ടുള്ളത്. നമ്മൾ ആരും തന്നെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. മാനസികമായിട്ടും പ്രവർത്തിക്കുന്നു, ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നു. നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം തന്നെ പ്രവർത്തനമാണ്, നിരന്തരമായ പ്രവർത്തനമാണ്. ഈ നിരന്തരമായ പ്രവർത്തനത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമുണ്ട്. നിരന്തരമായ പ്രവർത്തനത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും മുഖ്യവുമായ ഘടകം എന്ന് പറയുന്നത് സുഖ അന്വേഷണമാണ്. ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ അത് പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി എന്ന് പറയുന്നുണ്ട്. സദാവി പ്രയത്നം ചെയ്തിടുകയാണ്. ആത്മസുഖം എന്ന് പറഞ്ഞാൽ സന്തോഷം, സമാധാനം, സുഖം. ഈ ഘടകങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഘടകങ്ങൾ സ്ഥായിയായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞ് നമ്മൾ അവസാനം നിശ്ചേഷ്ടമായിട്ട് മാറും. പിന്നെ നമ്മൾ പ്രവർത്തിക്കില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഖാനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പ്രവർത്തനത്തിന്റെ, ഈ ലോകത്തോട് ഇടപെടുന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖ അന്വേഷണമാണ്, സമാധാനത്തിന്റെ അന്വേഷണമാണ്. അപ്പോൾ വിചിത്രമായ ഒരു വസ്തുത എന്നുള്ളത്, നാം സുഖത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്നു, പക്ഷെ ലഭിക്കുന്നത് ദുഃഖമാണ്. നമ്മള് സമ്പന്നനാകാൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് ദരിദ്രനാവുക, അഥവാ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച് അറിവില്ലാത്തവരായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതൊരു വിചിത്രമായ, അതിനെ വിഡംബന എന്ന് പറയും. സംസ്കൃത ഭാഷയിൽ വിഡംബന എന്ന് പറയുമ്പോൾ അത്യധികം വൈരുദ്ധ്യം. ഏതൊന്നിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ വിപരീതമായ ഫലം വന്നു ചേരും. ഇതൊരു വലിയ വിഡംബനയാണ്. എന്താണ്? നമ്മുടെ സകല പ്രവൃത്തിയും ഉദ്ദേശമാക്കുന്നത് പരമമായ സുഖത്തെയും സമാധാനത്തെയുമാണ്. എന്നാൽ അതിന് പകരമായി നമുക്ക് ലഭിക്കുന്നതാകട്ടെ ദുഃഖമാണ്. ആ ദുഃഖമാകട്ടെ താപം എന്ന രീതിയിൽ പ്രകടമാകും. ഇത് ഏറ്റവും വലിയ വിചിത്രമായ കാര്യമാണ്. അപ്പൊ ഇവിടെ ഒന്നും കൂടി ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഈ ലോകത്തിൽ എല്ലാവരും നിരന്തരം പ്രയത്നിക്കുന്നത് ഗുരു പറഞ്ഞതുപോലെ ആത്മസുഖം എന്ന് പറയുന്ന സന്തോഷത്തിനെയും സമാധാനത്തെയും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഹേതു അത് തന്നെയാണ്. നമ്മള് മുൻപുള്ള ക്ലാസ്സുകളിൽ പറയാറുള്ളത് പോലെ നമ്മൾ കുടുംബം എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതും
ആ കുടുംബത്തെ നിലനിർത്തുന്നതും അതിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്റെ സുഖവും സമാധാനവുമാണ്. കുടുംബം ശിഥിലമായി കഴിഞ്ഞാൽ എനിക്ക് സുഖം നഷ്ടപ്പെടും. അപ്പൊ എന്റെ സുഖത്തെ നിലനിർത്തുക എന്നുള്ളത്, കുടുംബത്തെ നിലനിർത്തുക എന്നുള്ളതിന്റെ മുഖ്യ ഘടകമാണ്, മുഖ്യ പ്രേരണ ഘടകമാണ്. ഞാൻ ജോലി ചെയ്യുന്നതാകട്ടെ, ഞാൻ കൃഷി ചെയ്യുന്നതാകട്ടെ, ഇതിന്റെ എല്ലാം ആത്യന്തിക ഉദ്ദേശം, ലക്ഷ്യം എന്നുള്ളത് എന്റെ സുഖത്തെ, സമാധാനത്തെ നിലനിർത്തുക എന്നുള്ളത്. പരോപകാരം ചെയ്തതാകട്ടെ, പരോപകാരത്തിൽ പോലും നമ്മുടെ ഒരു കൃതാർത്ഥത, നമ്മുടെ ഒരു സന്തോഷമുണ്ട്. അവനവന്റെ സുഖത്തെ, സന്തോഷത്തെ കാക്ഷിക്കാത്ത ഒരു കർമ്മവും ഈ ലോകത്തില്ല, ഒരു പ്രവൃത്തിയും ഈ ലോകത്തില്ല. അപ്പൊ നിരന്തരം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് കാരണം ഘർഷണം ഉണ്ടാകുന്നു, ശരീര, മനസ്സ് എന്നീ തലങ്ങളിൽ. ആ ഘർഷണത്തിന്റെ ഫലമായി ദുഃഖം എന്ന താപം ഉണ്ടാകും. എന്നാൽ നമ്മെ പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നതാകട്ടെ സുഖം എന്ന് പറയുന്ന ലക്ഷ്യം, ലഭിക്കുന്നത് ദുഃഖം എന്ന് പറയുന്ന താപം. അപ്പൊ ഈ വിഡംബനയുടെ കാരണം എന്താണ്? കാരണം ആചാര്യന്മാര് കൃത്യമായിട്ട് പറയുന്നു, ന അല്പേ സുഖമസ്തി ഭൂമൈവ സുഖം എന്ന് പറയും. ന അല്പേ സുഖമസ്തി ഭൂമൈവ സുഖം. നമ്മളെല്ലാവരും ആത്യന്തികമായി സമാധാനം കാക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം വസ്തു വ്യക്തി വൈഭവങ്ങളിലാണ് നമ്മുടെ അന്വേഷണം എത്തിക്കുന്നത്, ആ വസ്തു വ്യക്തി വൈഭവങ്ങളെല്ലാം തന്നെ എന്താണ്? അല്പമാണെന്ന് പറയും. അല്പം എന്ന് പറയുമ്പോൾ കുറച്ച്, കിഞ്ചിത്. അല്പമായ ഒന്നിൽ പോലും ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, അത് വിപരീത ഫലം ചെയ്ത് ദുഃഖത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പൊ നമ്മുടെ പ്രവൃത്തിയുടെ പുറകിലുള്ള ഹേതു, ആ പ്രവൃത്തിയിലേക്ക് നമ്മെ തള്ളുന്നത് സുഖ അന്വേഷണം എന്ന ഘടകമാണെങ്കിൽ, ആ സുഖ അന്വേഷണത്തിന്റെ യഥാർത്ഥ സ്രോതസ്സിലേക്ക് നിങ്ങൾ അന്വേഷിക്കും എന്ന് ആചാര്യന്മാർ പറയും. അങ്ങനെയാകുമ്പോൾ നാം എന്തിനാണോ അന്വേഷിക്കുന്നത് അത് നമുക്ക് വന്നു ചേരും. മറിച്ച് ആ സ്രോതസ്സിനെ മറികടന്നുകൊണ്ട് സുഖാന്വേഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അല്പമായ കാര്യങ്ങളിൽ അത് ലഭിക്കുമെന്ന് കരുതി അവയെ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ പരിണിത ഫലമായി നമുക്ക് ദുഃഖം വന്നു ചേരും. അപ്പൊ എന്തുകൊണ്ടാണ് ദുഃഖം വന്നു ചേരുന്നത് എന്നുള്ളതിന്റെ ഒരു നിർവചനമാണത്. ഏതാണ്? നമ്മുടെ പ്രവൃത്തിയുടെ ഹേതു സുഖ അന്വേഷണമാണ്. ആ സുഖ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നമ്മൾ അല്പമായ കാര്യങ്ങളിലാണ് സുഖം ഇരിക്കുന്നത് എന്ന് കരുതുന്നു. ആ കരുതലിൽ നിന്ന് വരുന്ന അനന്തരഫലമാണ്, അല്ലെങ്കിൽ ഒരു ഉപോൽപ്പന്നമാണ് ദുഃഖം എന്ന് പറയുന്നത്. എന്നാ അല്പേ സുഖമസ്തി ഭൂമൈവ സുഖം ഭൂമാ ഏവ സുഖം. ഭൂമ എന്ന് പറഞ്ഞാൽ അനന്തമായ വ്യാപ്തമായ ഈശ്വരന്റെ മറ്റൊരു പര്യായ പദമാണ് ഭൂമ. സന്യാസിമാർക്കൊക്കെ പേര് കാണാം, ഭൂമാനന്ദ, സ്വാമി ഭൂമാനന്ദ എന്നൊക്കെ പറയും. ബ്രഹ്മം എന്നുള്ളതിന് ആചാര്യന്മാര് കൊടുത്ത മറ്റൊരു പദമാണ് ഭൂമ എന്നുള്ള പദം. ഭൂമിയുടെ അതേ സംഭവം തന്നെ ഭൂമ എന്ന് നീട്ടിയാൽ മതി. ഭൂമൈവ സുഖമസ്തി എന്ന് ഋഷിമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനന്തതയിൽ, വ്യാപകതയിൽ, വിശാലമായതിൽ, എന്നെന്നും നിലനിൽക്കുന്നതിൽ മാത്രമാണ് സുഖമുള്ളത്. ന അല്പേ സുഖമസ്തി, അല്പമായിരിക്കുന്ന ഒന്നിൽ. അല്പം എന്ന് പറയുമ്പോൾ ദേശം കൊണ്ടും കാലം കൊണ്ടും എല്ലാം പരിച്ഛിന്നമായത്. ആ പരിച്ഛിന്നമായതിലാണ് നമ്മുടെ സുഖബുദ്ധി ഉള്ളത്. നമുക്ക് ആ പരിച്ഛിന്നമായ വസ്തുവിൽ നിന്ന് സുഖം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. തത്വദർശനം എന്നുള്ളത് ഒരു വരട്ടുവാദമല്ല, വസ്തുതയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പലപ്പോഴും നമ്മൾ തത്വദർശനത്തെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ജീവിത അനുഭവങ്ങളെയും നിഷേധിക്കുന്ന ഒരു വരട്ടുവാദമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് വരട്ടുവാദമല്ല. എന്താണോ വസ്തുത, ആ വസ്തുതയെ അതേപോലെ പ്രകടിപ്പിക്കുന്ന ചിന്തനമാണ് തത്വദർശനം എന്നത്. ഇത് കടലാസാണ് എന്ന് കടലാസിനെ കുറിച്ച് പറയുന്നു. യാതൊരു കൂട്ടിച്ചേർക്കലുമില്ല. ഇത് ജലമാണ്. ആ ജലത്തിന്റെ സ്വരൂപം എന്താണ് അതിനെ അതേപോലെ പറയുന്നു. അപ്പൊ വസ്തുതയെ പറയുകയാണ് നമ്മുടെ ആചാര്യന്മാർ. പരിമിതമായ ഒന്നിൽ സുഖാനുഭവം കിട്ടുന്നില്ല എന്നല്ല ഇതിന്റെ താല്പര്യം. മറിച്ച് ഇന്ന് നമുക്ക് സുഖം കിട്ടുന്ന എല്ലാം തന്നെ പരിമിതമാണ്. പരിമിതമായ ഒന്നിൽ നിന്നാണ് നമുക്ക് ഇന്ന് എല്ലാ സുഖങ്ങളും കിട്ടുന്നത്. ഋഷിമാർ പറയുന്നു നാ അല്പേ സുഖമസ്തി, അല്പമായതിൽ സുഖം കിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ജീവിത അനുഭവം എന്താണ്? അല്പമായ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് സുഖത്തെ കിട്ടുന്നത്. മകനിൽ നിന്ന്, മകളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ബന്ധുജനങ്ങളിൽ നിന്ന്, ജോലിയിൽ നിന്ന്, സിനിമയിൽ നിന്ന്, ഇവയെല്ലാം അല്പമാണ്. അപ്പൊ അല്പമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സുഖം ലഭിക്കുന്നുണ്ട്. ലഭിക്കുന്നില്ല എന്നുള്ള സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ആ അല്പമായ കാര്യങ്ങളിൽ നിന്നുള്ള സുഖം ഒരു ഘട്ടം കഴിഞ്ഞാൽ ദുഃഖമായിട്ട് പരിണമിക്കും.
ആ ദുഃഖത്തെയാണ് ഇവിടെ ശിവലിംഗദാസ് ക്ഷമിക്കണം, ഇവിടെ നിശ്ചലദാസ് സ്വാമികൾ താപം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അന്വേഷണം സുഖത്തിന് വേണ്ടിയാണ്. ആ സുഖബുദ്ധി നാം അല്പമായ കാര്യങ്ങളിൽ വെക്കുന്നു. അല്പമായ കാര്യങ്ങളിൽ നിന്ന് കിഞ്ചിത് കാലം, കുറച്ചു കാലം സുഖാനുഭവത്തെ ലഭിക്കുന്നു. എന്നാൽ അനന്തരഫലമായിട്ട് അത് ദുഃഖത്തിലേക്ക് മാറും. എന്തുകൊണ്ട് ദുഃഖത്തിലേക്ക് മാറുന്നു? ഉത്തരം വളരെ സരളമാണ്. നാം ഒരു വ്യക്തിയെ അതിതീവ്രമായിട്ട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യം ഏതു കാലം വരെ നിലനിൽക്കുന്നു അത്രയും കാലം നമുക്ക് സുഖാനുഭവം ഉണ്ടാവും. ആ വ്യക്തി നമ്മളിൽ നിന്ന് ഏതെങ്കിലും പ്രകാരത്തിൽ ഒന്നുകിൽ നമ്മളോട് പിണങ്ങി പോവുക, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള സ്നേഹത്തെ മുറിച്ചു പോവുക, അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതായി തീരുക, അങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ ആ വ്യക്തിയുടെ അസാന്നിധ്യം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും കാലം ഉണ്ടായ സുഖം നേരെ തിരിഞ്ഞ് ദുഃഖമായിട്ട് മാറും. ഇതേപോലെ തന്നെ ഒരു പദവി, ഏത് പദവിയാണ് നമുക്ക് സുഖത്തെ നൽകിയത്, ആ പദവി നമ്മളിൽ നിന്ന് അന്യമായി കഴിഞ്ഞാൽ അത് ദുഃഖത്തിന് ഹേതുവാകും. ഏത് സാഹചര്യമാണോ നമുക്ക് സുഖത്തെ നൽകിയത്, ആ സാഹചര്യം നമ്മളിൽ നിന്ന് അന്യമായി കഴിഞ്ഞാൽ അത് ദുഃഖത്തിന് ഹേതുവാകും. അപ്പൊ നമ്മുടെ ദുഃഖത്തിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന് നാം ഓരോരുത്തർ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്പമായ കാര്യങ്ങൾ, അല്പം എന്ന് പറയുമ്പോൾ ദേശം കൊണ്ട് കാലം കൊണ്ട് അല്പമായത്, കാലം കൊണ്ട് അല്പമായെന്ന് പറയുമ്പോൾ കുറച്ചു സമയം മാത്രം നിലനിൽക്കുന്നത്, ദേശം കൊണ്ട് അല്പമായെന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രം നിലനിൽക്കുന്നത്. ഇങ്ങനെ ഈ അല്പമായ കാര്യങ്ങൾ യഥാകാലം നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ദുഃഖത്തിന്റെ ഹേതു. നമുക്ക് മറ്റൊന്നും ദുഃഖത്തിന്റെ ഹേതുവല്ല. പക്ഷെ നിങ്ങൾ എന്തിനെ വിചാരം ചെയ്താലും ആത്യന്തികമായിട്ട് ദുഃഖത്തിന്റെ ഹേതുവായിട്ട് വന്നു ചേരുന്നത് ഈ അല്പമായ കാര്യത്തിലാണ്. അല്പമായ കാര്യത്തിലുള്ള സുഖബുദ്ധിയാണ് ദുഃഖത്തിന്റെ ഹേതു. അപ്പൊ അല്പമായ കാര്യങ്ങളിൽ സുഖബുദ്ധി വെക്കുമ്പോഴും ഇവയ്ക്കൊരു മാറ്റമുണ്ട്. ഇത് ഒരു ഘട്ടത്തിൽ ഞാൻ ഇവരിൽ നിന്നോ ഇവർ എന്നിൽ നിന്നോ വിട്ടുപോകേണ്ടവരാണ് എന്നുള്ള ആധ്യാത്മികമായ അറിവിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് നമ്മുടെ പ്രജ്ഞ, നമ്മുടെ ബുദ്ധി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ ദുഃഖത്തിന്റെ താപം കുറഞ്ഞു കുറഞ്ഞു വരും. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിക്കും അദ്ദേഹത്തിനും തന്റെ ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികളോട്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരോട്, അല്ലെങ്കിൽ സാഹചര്യങ്ങളോട് അപാരമായ സ്നേഹമുണ്ടാകുന്നു. ആ സാഹചര്യങ്ങളും ബന്ധുമിത്രാദികളും അകന്നു പോകുന്ന വേളയിൽ ദുഃഖവും ഉണ്ടാകും. കാരണം ഈ അല്പമായ കാര്യങ്ങളിൽ ഉള്ള സുഖബുദ്ധി അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ദുഃഖത്തിന് നിദാനമായിട്ട് മാറും. അതുകൊണ്ട് വസ്തുതയെ വസ്തുതയാക്കി മനസ്സിലാക്കി ആചാര്യന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്, ന അല്പേ സുഖമസ്തി ഭൂമ ഏവ സുഖം, ഭൂമൈവ സുഖം. പരിധിയില്ലാത്ത എന്നെന്നും നിലനിൽക്കുന്ന ഈശ്വര തത്വത്തിലാണ് ആത്യന്തികമായ സുഖമുള്ളത് എന്ന് ആചാര്യന്മാര് ഈ താപത്തെ നശിപ്പിക്കാൻ വേണ്ടി പറയും. താപനാശനകരം എന്ന് പറയുമ്പോൾ ദുഃഖമെനിലുണ്ടാക്കിയ താപത്തെ ഇല്ലായ്മ ചെയ്യുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു നടത്തും. നമുക്ക് മൃത്യുഞ്ജയ ഭഗവാനാണ് ഭൂമ, അല്പമല്ല. അപ്പൊ ഭൂമാവായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? ദുഃഖങ്ങളില്ലാതായിട്ട് മാറും. ഇനി താപം എന്നുള്ളതിന്റെ അനുബന്ധമായിട്ട് പറയുന്ന മറ്റൊരു പേരുണ്ട്, മമ താപഹരണ ഗുരുദേവ, മമ പാപഹരണ ഗുരുദേവ എന്നുള്ള കീർത്തനം, പ്രസിദ്ധമായ കീർത്തനം നിങ്ങളിൽ പലരും കേട്ട് കാണും. വാസ്തവത്തില് ഈ ദുഃഖം നമ്മളിൽ ഉണ്ടാകുന്നത് പാപകർമ്മത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ പാപവാസനയുടെ ഫലമാണ് എന്നും ആചാര്യന്മാര് പറയുന്നു. ഈ പാപത്തിന്റെ വിത്തിനെ, വേരിനെ ഇല്ലാതാക്കുന്നതോടുകൂടി, ആ പാപവാസന സമ്പൂർണമായിട്ട് നശിപ്പിക്കുന്നതോടുകൂടി താപം, ദുഃഖമാകുന്ന താപവും ഇല്ലാതാകുമെന്ന് ആചാര്യന്മാര് പറയുന്നു. ആ പാപത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ആയുധത്തെ കുറിച്ച് ഗുരു പറയുന്നുണ്ട്. ഇപ്പൊ ജനനീ നവരത്ന മഞ്ജരിൽ എൻ പാപം ദൈവത്തിനൊരു അമ്പായിടുന്ന അറിവ് എന്ന് പറയുന്ന ആ ഭാഗത്തിൽ നമ്മുടെ പാപവുമായുള്ള ആ യുദ്ധത്തിൽ പാപത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഒരു അമ്പും വില്ലും എന്ന് പറയുന്ന ആയുധത്തെ ഗുരു പറയുന്നുണ്ട്. ആ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാപമാകുന്ന ശത്രുവിനെ, അസുരനെ നമുക്ക് കൊല്ലാൻ സാധിക്കും. പക്ഷെ ആ ശ്ലോകത്തിന്റെ അടുത്ത വരിയിൽ കാണാം, എന്ത് കാണാം? ഈ ആയുധങ്ങളൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായിട്ടും, നല്ല ഉഗ്രൻ ആയുധം ഉണ്ടായിട്ടും, ഈ പാപമാകുന്ന ശത്രുവുമായിട്ടുള്ള യുദ്ധത്തിൽ എന്നെ വിജയിപ്പിക്കുന്നത് ആരാണ്? അമ്പ തരുന്നു വിജയം. അമ്പയാണ് എന്നെ വിജയിപ്പിക്കുന്നത്. സംഭവം നമ്മുടെ കയ്യിൽ ആയുധമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ന അല്പേ സുഖമസ്തി ഭൂമൈവ സുഖം എന്ന് പറയുന്ന അറിവാണ്
ദുഃഖമാകുന്ന താപത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആയുധം. ആ അറിവ് എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നത് മറ്റൊരു വിഡംബനയാണ്, മറ്റൊരു വിചിത്രമായ വസ്തുവാണ്. വ്യക്തമായിട്ട് ഈ അറിവ് എന്റെ അടുത്ത് ഉണ്ടെന്ന് കരുതുക. വേദാന്ത ദർശനം, തത്വദർശനം എന്റെ അടുത്തുണ്ട്, സ്പഷ്ടമായിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് കാര്യകാരണങ്ങളെ അറിയാം, ദുഃഖത്തിന്റെ സ്വരൂപത്തെ അറിയാം, എന്നാ അല്പേ സുഖമസ്തി എന്നുള്ള ആശയത്തെ അറിയാം എന്ന് അറിഞ്ഞാൽ പോലും, ആ ആയുധം എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും എന്നെ വിജയിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ആ ആയുധം ഉണ്ടെങ്കിൽ പോലും എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? കാരണം അത്ര പ്രബലമാണ് നമ്മുടെ മുമ്പിലുള്ള ശക്തി. മായ എന്ന് പറയുന്ന ശക്തി വളരെയധികം പ്രബലമാണ്. ആ പ്രബലമായ ശക്തിയെ, ശത്രുവിനെ മറികടക്കാൻ കേവലം എന്റെ ആധ്യാത്മികവും ഭൗതികമായിരിക്കുന്ന അറിവോ അല്ലെങ്കിൽ ലൗകികമായ സാമർഥ്യങ്ങളോ പര്യാപ്തമാകില്ല. അതുകൊണ്ട് ഗുരുദേവൻ നവരത്ന മഞ്ജരിയിൽ, ജനനി നവരത്ന മഞ്ജരിയിൽ പാപത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആയുധത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആയുധം എടുത്ത് നമുക്ക് അമ്പ് ചെയ്താൽ പോരെ, പാപം ഇല്ലാതാകുമല്ലോ. പക്ഷെ വീണ്ടും പറയുന്നു, ആയുധം ഉണ്ടായിട്ടും കാര്യമില്ല, അമ്പ തരുന്നു വിജയം. അമ്മയാണ് നമ്മെ വിജയിപ്പിക്കുന്നത്. അപ്പൊ മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുക, ഈശ്വരനെ ഭജിക്കുക, ഈശ്വരന് ശരണാഗതനാകുക എന്നത് മാത്രമാണ് താപത്തെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മത്താപനാശനകരം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ താപത്തെ, ദുഃഖമാകുന്ന താപത്തെ നശിപ്പിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. ഒന്നും കൂടി പറയാം, അഹം മത്താപനാശനകരം മൃത്യുഞ്ജയം ഭജേ, ഞാൻ എന്റെ താപങ്ങളെ നശിപ്പിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്ന് പറയും. അപ്പൊ അടുത്ത വീക്ഷണം നമുക്ക് വിശേഷ്യമായ മൃത്യുഞ്ജയ ഭഗവാനോട് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വാചകമാണ് കിട്ടുന്നത്? പറയുന്നു, അഹം മഹനീയ കീർത്തി മൃത്യുഞ്ജയം ഭജി. രണ്ടാമത്തെ വിശേഷണമാണ് മഹനീയ കീർത്തി. അഹം മഹനീയ കീർത്തി മൃത്യുഞ്ജയം ഭജി. ഞാൻ മഹനീയ കീർത്തി സ്വരൂപനായിരിക്കുന്നു, മഹത്തായ കീർത്തിയുള്ള മൃത്യുഞ്ജയനെ ഭജിക്കുന്നു എന്നർത്ഥം. അനീയർ എന്ന് പറഞ്ഞാൽ യോഗ്യത എന്നാണ് അർത്ഥം. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അനീയർ എന്നുള്ളത് പ്രത്യയമാണ്. ആ പ്രത്യയം ഏത് പദത്തോട് ചേർക്കുന്നുവോ അതിന്റെ യോഗ്യത എന്ന് മനസ്സിലാക്കാം. പഠ് പ്ലസ് അനീയർ സമം പഠനീയം. പഠനീയം എന്ന് പറഞ്ഞാൽ പഠിക്കുവാൻ ഉള്ള യോഗ്യത. ചിന്തനീയം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുവാനുള്ള യോഗ്യത. സ്മരണീയം എന്ന് പറഞ്ഞാൽ സ്മരിക്കുവാനുള്ള യോഗ്യത. ഗമനീയം എന്ന് പറഞ്ഞാൽ പോകുവാനുള്ള യോഗ്യത. അങ്ങനെ അനീയർ പ്രത്യയം ഏതൊരു ധാതുവിന്റെ കൂടെ ചേർക്കുന്നുവോ അതിന്റെ യോഗ്യത എന്നർത്ഥം കിട്ടും. അപ്പൊ മഹനീയം എന്ന് പറഞ്ഞാൽ മഹ് പൂജായ, മഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂജ എന്നാണ്. മഹനീയ എന്ന് പറഞ്ഞാൽ പൂജിക്കുവാൻ യോഗ്യമാണ്, പൂജനീയമാണ്, പൂജനീയമായ കീർത്തിയോട് കൂടിയതാണ് ഭഗവാൻ. ഗുരുഷട്കത്തിനും ഇതേ പദം വരുന്നുണ്ട്, മഹനീയ ചരിത്രായ. മഹനീയ ചരിത്രം എന്ന് പറയുമ്പോൾ പൂജിക്കുവാൻ യോഗ്യമായതാണ് ഗുരുവിന്റെ വ്യക്തിത്വം, ചരിത്രം എന്നർത്ഥം. മഹനീയ കീർത്തി എന്ന് പറഞ്ഞാൽ പൂജനീയമായ കീർത്തിയോട് കൂടിയ മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയും. കീർത്തി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി എന്നർത്ഥം. പ്രസിദ്ധി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസിദ്ധമാണ്. ഈ പ്രസിദ്ധിയുടെ ഹേതു എന്താണ്? പ്രസിദ്ധിയുടെ ഹേതുവിനെ കുറിച്ച് ഗുരുവഷ്ടകം എന്ന് പറയുന്ന കൃതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്. യശോമേ ദിക്ഷു ദാനപ്രതാപ. യശസ് അഥവാ കീർത്തിയുടെ ഹേതു ദിക്ഷു, ദിക്കുകളിൽ ദാനത്തെ കൊടുക്കുക എന്നുള്ളത്. ദാനമാണ് കീർത്തിയുടെ ഹേതു. ദാനം എന്ന് പറയുമ്പോൾ എന്താണ് ദാനം? സമ്പത്ത്, അരി, പലവ്യഞ്ജനം, അറിവ്, ഭൗതികമായ വസ്തുക്കള് എല്ലാം തന്നെ ദാനമാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാൻ സാധിക്കുമോ, അറിവിന്റെ രൂപത്തിൽ, സമ്പത്തിന്റെ രൂപത്തിൽ, സഹായത്തിന്റെ ഏത് രൂപത്തിലായാലും നമ്മളിൽ നിന്ന് എത്രത്തോളം ദാനം വരുന്നു അത്രത്തോളം നമ്മളിൽ കീർത്തി ഉണ്ടാകുമെന്ന് ആചാര്യന്മാര് പറയുന്നു. കീർത്തിയുടെ ഹേതുവാണ് യശോമേ ദിക്ഷുദാനം പ്രഥമ. യശസ് ദിക്കുകളിൽ ദാനം ചെയ്ത് ആ യശസ് എനിക്ക് വന്നു ചേരും. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഇത്രയും കീർത്തിമാനാണ്. നമുക്ക് ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി ആരാണ്? ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി ഈശ്വരനാണ്. ഈശ്വരനെ പോലെ ഇത്രയും പ്രസിദ്ധനായ വ്യക്തി ആരും, സംഭവം ആരും നേർക്കുനേർ പലരും കണ്ടിട്ടില്ല. പലരും മീൻസ് ബഹുഭൂരിഭാഗം ആളുകൾക്കും ഈശ്വരനെ നേർക്കുനേർ അറിയില്ല. പക്ഷെ ഈശ്വരനെ പോലെ ഇത്രയും പ്രസിദ്ധനായ, ഇത്രയും കീർത്തി, ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന നിരീശ്വരവാദികൾ പോലും അവരുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് ഈശ്വരനെയാണ്. നിരന്തരം ലോകജനങ്ങൾ സ്മരിക്കുന്ന, അനുകൂലവും പ്രതികൂലവുമായിക്കൊണ്ട് എന്ത് രീതിയിലായാലും ചർച്ച ചെയ്യുന്ന, സ്മരിക്കുന്ന എല്ലാം തന്നെ ദൈവത്തെ, ഈശ്വരനെയാണ്. അപ്പൊ ഈശ്വരൻ എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആയിട്ട് മാറിയത്, ഇത്രയും
പുകഴ്പ്പെട്ടതായിട്ട് മാറിയത്. ഈശ്വരൻ ദാനം കൊടുക്കുന്നു സർവ്വചരാചരങ്ങൾ. എന്താണ് ദാനം കൊടുക്കുന്നത്? നിലനിൽപ്പാണ്. എല്ലാവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ ആധാരത്തിലാണ്. തമേവ ബാന്ധം അനുപാധി സർവം എന്ന് പറയും. ഭഗവാൻ പ്രകാശിക്കുന്നത് കൊണ്ട്, ഭഗവാൻ ഉള്ളത് കൊണ്ട് എല്ലാം ഉള്ളതായി കാണപ്പെട്ടു. ഇവിടെ ഭഗവത് അസ്തിത്വം ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു അസ്തിത്വം ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുന്നു, ഊർജ്ജസ്വലമായി ഇരിക്കുന്നു, പ്രവർത്തിക്കുന്നു, എല്ലാം എന്താണ്? ആ ഭഗവത് ചൈതന്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ സചേതനമായി ഇതെല്ലാം കാണപ്പെടുന്നത്. ഭഗവാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഈ സചേതനത്വം, ഈ നിലനിൽപ്പ്, ഈ അസ്തിത്വം. ആ ദാനം ഭഗവാൻ നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ വെറും ജഡമായി നമ്മൾ തീർന്നേനെ, വെറും ജഡമായിട്ട് മാറിയത്. അതുകൊണ്ട് ഹനുമത് സ്വാമിക്ക് രത്നമാല കൊടുത്തപ്പോൾ ആ രത്നമാല ഹനുമത് സ്വാമി കടിച്ചു പൊട്ടിച്ചു. എന്താണ്? അതിൽ എന്റെ രാമനില്ല, അതിൽ എന്റെ ദൈവമില്ല, എന്റെ ഭഗവാനില്ല എന്ന് പറഞ്ഞ് കടിച്ചു പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. എങ്കിൽ നിന്റെ ഹൃദയത്തിലുണ്ടോ ഭഗവാൻ എന്ന് ചോദിച്ചപ്പോ ഹൃദയം തുറന്ന് കാണിച്ചു കൊടുത്തു. അവിടെ രാമനും സീതാമാതാവും സിംഹാസനത്തില് ഇരിക്കുന്നു, വിരാജമാനമായിരിക്കുന്നു. അപ്പൊ ഭഗവത് സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ സചേതനമായിരിക്കും. ഭഗവാൻ നമുക്ക് നൽകിയ ഏറ്റവും വലുത്. നമുക്ക് ഈ ദാനം തരാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് ശരീരം അല്ലെങ്കിൽ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾബലം എന്നതല്ല കരുത്ത്, മറിച്ച് നാം നിലനിൽക്കുന്നു എന്നതാണ് കരുത്ത്. നമ്മുടെ നിലനിൽപ്പിന് ശേഷമേ മറ്റെല്ലാം ഉള്ളൂ. നാം മരിച്ചു പോയി കഴിഞ്ഞാൽ, ജഡമായി കഴിഞ്ഞാൽ ബാക്കി എന്ത് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും അത് നമ്മെ സംബന്ധിച്ച് ഒന്നുമല്ല. അപ്പൊ ഭഗവാൻ എല്ലാവർക്കും കൊടുത്ത ഏറ്റവും വലിയ ദാനം അസ്തിത്വമാണ്, നിലനിൽപ്പ്, അസ്തിത്വം. ആ ദാനം, വലിയ ദാനം. ഈ ലോകത്തിന് മുഴുവൻ ഭഗവാൻ ഉണ്ട്, അതുകൊണ്ട് പ്രപഞ്ചമുണ്ട്. ഭഗവാൻ ഉണ്ട്, അതുകൊണ്ട് ഞാനുണ്ട്. ഭഗവാൻ ഉണ്ട്, അതുകൊണ്ട് അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ ഉണ്മയാകുന്ന അസ്തിത്വം ഭഗവാൻ കൊടുത്തത് കൊണ്ട് ഭഗവാൻ ആരാണ്? മഹനീയ കീർത്തിയുള്ളവനാണ്, പൂജനീയമായ കീർത്തിയുള്ളവനാണ്. ഭഗവാൻ ഏറ്റവും വലിയ ദാനശീലനാണ്, അതുകൊണ്ട് പൂജനീയമായ കീർത്തിയുള്ളവനാണ് എന്ന് പറയാം. ഇനി അടുത്തൊരു വിശേഷണം നോക്കൂ. രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ പദമാണ് മത്തേപ വക്ത്രജനകം എന്നുള്ളത്. അപ്പൊ അത് മുഖ്യ വിശേഷ്യമായ മൃത്യുഞ്ജയനോട് ചേർത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ ചൊല്ലാം? അഹം മത്തേപ വക്ത്രജനകം മൃത്യുഞ്ജയം ഭജേ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, മത്തേപം എന്ന് പറഞ്ഞാൽ നല്ല ആന, മതയാന. വക്ത്ര എന്ന് പറഞ്ഞാൽ മുഖം. ആനയുടെ മുഖമുള്ളവന്റെ പിതാവായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. ആനമുഖമുള്ളവന്റെ പിതാവായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. ഞാൻ ആനമുഖമുള്ളവന്റെ പിതാവായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. ആനമുഖം ആർക്കാണ്? നമുക്കറിയാം, ഗണപതിക്കാണ്. ഒരിക്കലും പാർവതി ദേവി കുളിക്കാൻ പോയ സമയത്ത്, ദേവിക്ക് കുളിക്കാൻ നീരാടാൻ വേണ്ടി വലിയ സരസിലേക്ക് പോകുക. സരസിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നില്ല, ശിവൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭൂതഗണങ്ങളെയും കാണുന്നില്ല. അപ്പോഴെന്ത് ചെയ്തു? ദേവി കുളിക്കാൻ പോകുമ്പോൾ പുറമെ ഒരാൾ കാവല് വേണം. ആ കാവലിരിക്കാൻ വേണ്ടിയിട്ട് ദേവി സ്വന്തം തപശക്തി കൊണ്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി. ആ കുഞ്ഞാണ് വാസ്തവത്തിൽ വിഘ്നേശ്വരൻ, ഗണപതി. എന്നിട്ട് കുഞ്ഞിന് ആജ്ഞ കൊടുത്തു, നീ പുറത്തു നിൽക്കണം, ഗുഹയുടെ പുറത്തു നിൽക്കണം, ഞാൻ നീരാടാൻ വേണ്ടി പോവുകയാണ്, ഒരാളെ പോലും അകത്തേക്ക് കയറ്റാൻ പാടില്ല, ഞാൻ പുറത്തു വരുന്നത് വരും. അമ്മയുടെ ആജ്ഞയാണല്ലോ. പരിപൂർണമായും ശിരസ്സാ വഹിച്ചു ആയുധം എടുത്ത് പുറത്തു നിൽക്കാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ദേവിയെ കാണാൻ വേണ്ടിയിട്ട്, പാർവതി. ഗുഹാമുഖത്ത് ഇതുവരെ പരിചയമില്ലാത്തൊരു ആള് നിൽക്കുന്നു, ഒരു ബാലൻ നിൽക്കുന്നു. അപ്പോ ആ ബാലൻ ഒട്ടും പരിഗണിക്കാതെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോയി. ആ ബാലൻ അദ്ദേഹത്തെ തടഞ്ഞു. എന്റെ അമ്മയുടെ ആജ്ഞയാണ് അകത്തേക്ക് ആരെയും കടത്തി വിടരുത് എന്നുള്ളത്. ഉടനെ രണ്ടുപേരും വാക്കേറ്റമായി, ഞാൻ ശിവനാണ്, എനിക്ക് എന്റെ സഹധർമ്മിണിയാണ് പാർവതി മാതാവ്, എനിക്ക് അവരെ കാണാൻ വേണ്ടി ആരുടെ അനുവാദം ആവശ്യമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, ഭയങ്കര വഴക്കായി. അവസാനം ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ വന്നു. ഭൂതഗണങ്ങള് ഗണപതിയുമായിട്ട് യുദ്ധമായി. ശക്തിപുത്രനായതുകൊണ്ട് എല്ലാവരും, ഭജേ ശക്തിപുത്രം എന്നല്ലേ ഗുരു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും സ്തബ്ധരാക്കി ഓടിച്ചു കളഞ്ഞു. അവസാനം നിവൃത്തിയില്ലാന്ന ഘട്ടം വന്നപ്പോൾ ഭഗവാൻ ആയുധം ഉപയോഗിച്ച് ശിരസ് ഛേദിച്ചു. ശിരസ് ഛേദിച്ച കാഴ്ചയാണ് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പാർവതി ദേവി കാണുന്നത്. എന്റെ മകനാണ് മരിച്ചു കിടക്കുന്നത്. അങ്ങനെ ആ മകൻ മരിച്ചിരുന്ന കാഴ്ച ദേവിയെ രൗദ്രഭാവത്തിലേക്ക് ഉയർത്തുകയും ആദിപരാശക്തിയുടെ ഉഗ്രഭാവത്തിൽ ദേവി വരികയും ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പ് അത്യധികം അപകടമാണെന്ന് കണ്ട സമയത്ത് വീണ്ടും ഭഗവാന് ഒരു ആനയുടെ ശിരസ് മറ്റൊരു സ്ഥലത്ത് നിന്ന് സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഗണപതി ആരായിട്ട് മാറി? ആനമുഖമുള്ളവനായിട്ട് മാറി.
അങ്ങനെ ആനമുഖമുള്ളവന്റെ അഹം മത്തേപവക്ത്ര ജനകം മൃത്യുഞ്ജയം ഭജെ. ആനമുഖമുള്ളവന്റെ പിതാവായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയും. ഇനി അടുത്ത വിശേഷം നമുക്ക് കാണാൻ സാധിക്കും. മധുസൂദനേഢ്യം എന്നൊരു പദം രണ്ടാമത്തെ വരിയിൽ നിങ്ങളുടെ അടുത്ത ശ്ലോകമുണ്ടെങ്കിൽ, മൃത്യുഞ്ജയ അഷ്ടകം എന്ന ശ്ലോകം നമ്മൾ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ശ്ലോകമുണ്ടെങ്കിൽ മത്തേപ വക്ത്ര ജനകം മധുസൂദനേഢ്യം, മധുസൂദനേഢ്യം എന്നുള്ള പദമുണ്ട്. ആ മധുസൂദനേഢ്യം എന്നുള്ളതും മൃത്യുഞ്ജയം എന്ന വിശേഷ്യത്തിന്റെ വിശേഷണമാണ്. ഇവ രണ്ടും ചേർത്ത് വാചകം ഉണ്ടാക്കുകയാണെങ്കിൽ അഹം മധുസൂദനേഢ്യം മൃത്യുഞ്ജയം ഭജെ, ഞാൻ മധുസൂദനേഢ്യനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്നർത്ഥം. അപ്പൊ മധുസൂദനേഢ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മധുസൂദന ഏഢ്യം എന്ന് പറഞ്ഞാൽ, മധുസൂദനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, മഹാവിഷ്ണു. മഹാവിഷ്ണുവിനാൽ ഏഢ്യം സ്തുതിക്കപ്പെടുന്ന, ഭജിക്കപ്പെടുന്ന, മഹാവിഷ്ണുവിനാൽ സ്തുതിക്കപ്പെടുന്ന, മഹാവിഷ്ണുവിനാൽ പൂജിക്കപ്പെടുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയും. ഒരിക്കലും മഹാവിഷ്ണു ഭഗവാനെ തപസ് ചെയ്തു. ലോകത്തിന്റെ ചില ധാർമ്മിക സ്ഥിതികളിൽ വളരെയധികം വെല്ലുവിളി നേരിട്ടപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ മഹാദേവനെ ഒന്ന് പൂജിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 1000 താമര പുഷ്പങ്ങൾ കൊണ്ടാണ് ഭഗവാൻ അർച്ചന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സമയത്ത് ശിവഭഗവാൻ ഒരു കൗതുകം ഒപ്പിച്ചു. ഈ 1000 പുഷ്പങ്ങളിൽ ഒരു പുഷ്പത്തെ ഒളിപ്പിച്ചു വെച്ചു. ഒരു പുഷ്പത്തെ ഒളിപ്പിച്ചു വെച്ച സമയത്ത് വിഷ്ണു ഭഗവാൻ ഈ അർച്ചന ചെയ്യുമ്പോൾ ഒരു പുഷ്പം കുറവാണല്ലോ എന്ന് മനസ്സിലായി. ഉടനെ എന്ത് ചെയ്തു? ഭഗവാന്റെ, വിഷ്ണു ഭഗവാന്റെ മറ്റൊരു പേര് കമലലോചന, നല്ല താമരക്കണ്ണനാണ്. ആയുധം കൊണ്ട് ഒരു കണ്ണങ്ങ് എടുത്ത്, കാരണം താമരക്കണ്ണാണല്ലോ, അപ്പൊ കണ്ണ് താമരയ്ക്ക് സമാനം, ഒരു കണ്ണങ്ങെടുത്ത് ആ നഷ്ടപ്പെട്ട ഒരു പുഷ്പത്തിന് പകരം വെച്ച് അത് അങ്ങോട്ട് അർച്ചിക്കാൻ തുടങ്ങി. അപ്പൊ വിഷ്ണുവിന്റെ അപാരമായിരിക്കുന്ന ഈ സമർപ്പണ ഭാവം കണ്ട് ഭഗവാൻ ഒരുപാട് സന്തോഷമാവുകയും ഭഗവാൻ അനുഗ്രഹിച്ച്, ശിവഭഗവാന്റെ ആ സന്തോഷത്തിന്റെ അനുഗ്രഹം കൊണ്ട് വിഷ്ണുവിന് സമ്മാനമായിട്ട് സുദർശന ചക്രം കൊടുത്തു എന്നുള്ളത് ചില പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റു ചില പുരാണങ്ങളിൽ വേറെ പരാമർശം ഉണ്ടാകും. പക്ഷെ ചില പുരാണങ്ങൾ ഇങ്ങനെ പരാമർശിക്കുന്നു. ഭഗവാന്റെ സന്തോഷം കൊണ്ട്, ഇത്രയും സമർപ്പണഭാവം, തന്റെ കണ്ണുപോലും എടുത്ത് പുഷ്പമായി ഭഗവാന് സമർപ്പിക്കാനുള്ള സമർപ്പണ ഭാവത്തെ മാനിച്ചുകൊണ്ട് സുദർശന ചക്രം. ഈ സുദർശന ചക്രം കൊണ്ടാണ് മധു, കൈടവൻ എന്ന് പറയുന്ന 2 അസുരന്മാരെ പിന്നീട് മഹാവിഷ്ണു വധിച്ചത്. അതുകൊണ്ടാണ് മധുസൂദനൻ എന്ന് പേര് വന്നത്. ഭഗവാന്റെ കർണമലം എന്ന് പറഞ്ഞ ചെവിയിലെ മലത്തിൽ നിന്ന് ജനിച്ച 2 അസുരന്മാരാണ് മധു, കൈടവൻ എന്നിവർ. ഈ മധു, കൈടവൻ ലോകത്തിന്റെ വ്യവസ്ഥയെ താറുമാറാക്കിയ സമയത്ത് അങ്ങനെ വലിയ ലീലകളൊക്കെ ആടി അവസാനം ഭഗവാൻ ഇവരെ 2 പേരെയും സുദർശന ചക്രം കൊണ്ട് വധിക്കുകയാണ്. അപ്പൊ അങ്ങനെ വധിക്കാൻ നിമിത്തമായി തീരുന്നത് വാസ്തവത്തിൽ ഈ ശിവഭഗവാനോടുള്ള പൂജയാണ്, ആരാധനയാണ്. അതുകൊണ്ട് പറയുന്നു മധുസൂദനേഢ്യം മൃത്യുഞ്ജയ, മഹാവിഷ്ണുവിനാൽ പൂജിക്കപ്പെടുന്ന, മഹാവിഷ്ണുവിനാൽ സ്തുതിക്കപ്പെടുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു, അഹം ഭജേ എന്ന് പറയുന്നു. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വിശേഷണം എന്നുള്ളത് എന്താണ്? വിത്തേശ ബാന്ധവം ഇനായുധ സന്നിഭാന്തം. വിത്തേശ ബാന്ധവം എന്ന് പറയാം. വിത്തേശ ബാന്ധവം എന്നുള്ളതും ഒരു വിശേഷണമാണ്. എന്തിന്റെ വിശേഷണം? മൃത്യുഞ്ജയം എന്നുള്ളതിന്റെ വിശേഷണം. അപ്പൊ അവയെ ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഹം വിത്തേശ ബാന്ധവം മൃത്യുഞ്ജയം ഭജേ എന്ന് മനസ്സിലാക്കാം. അഹം വിത്തേശ ബാന്ധവം. വിത്തേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല പൈസക്കാരൻ. നമ്മൾ ഇന്ന് ലോകത്ത് അംബാനി, അദാനി അങ്ങനെയൊക്കെ പറയുന്നത് പോലെ പണ്ടത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു കുബേരൻ. കുബേരന്റെ മറ്റൊരു പേരാണ് വിത്തേശൻ എന്നുള്ളത്. അപ്പൊ വിത്തേശ ബാന്ധവ, വിത്തേശന്റെ ഉറ്റമിത്രമായ, വിത്തേശന്റെ ബന്ധുവായ മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയും. അപ്പൊ വിത്തേശൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വിത്തേശന്റെ പൂർവ്വജന്മത്തിൽ അതിന്റെ പേര് ഗുണനിധി എന്നായിരുന്നു. ഗുണനിധി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളുടെ ഒരു ഇരിപ്പിടമാണ്, ഗുണങ്ങളുടെ നിധിയാണെന്നൊക്കെ തോന്നും. പക്ഷെ ആള് മഹാ അധർമ്മിയായിരുന്നു. പൂർവ്വജന്മത്തിൽ മഹാ അധർമ്മിയായിരുന്നു. അധർമ്മി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി മോഷണമായിരുന്നു. മോഷണം എന്ന് പറഞ്ഞാൽ സാധാരണ മോഷണം ക്ഷേത്രത്തിൽ പോകും. ക്ഷേത്രത്തിൽ പോയിട്ട് നിവേദ്യ ആദികള് മോഷ്ടിക്കും, അത് കഴിക്കും. അതുപോലെ ക്ഷേത്രത്തിന്റെ മറ്റ് സാധന സാമഗ്രികൾ ഇതൊക്കെ മോഷ്ടിക്കുക. അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്ന് ഓരോ ക്ഷേത്രത്തിൽ പോയി മോഷ്ടിക്കുക. അങ്ങനെ മഹാധർമ്മിയായ വ്യക്തി ഒരിക്കലും എന്ത് ചെയ്തു?
ഒരിക്കലും ഇങ്ങനെ കറങ്ങി തിരികെ വന്ന് ഒരു ശിവക്ഷേത്രത്തിലെത്തി. അപ്പൊ ശിവക്ഷേത്രത്തില് മോഷ്ടിക്കാൻ വേണ്ടി കയറി. അപ്പൊ അന്ന് ഒരു ശിവരാത്രി ആയിരുന്നു. സാധാരണ ശിവരാത്രി നാളുകളിൽ 4 പ്രഹരത്തിൽ ചതുർപ്രഹാര പൂജ എന്ന് പറഞ്ഞ് നാല് പ്രഹരങ്ങൾ 4 യാമങ്ങളിൽ പൂജ ഉണ്ടാവും. എല്ലാ അമ്പലത്തിലും ആൾക്കാരൊക്കെ ഉണ്ടാവും, രാത്രി ആണെങ്കിൽ കൂടി. പക്ഷെ ഇത് ഏതോ ഒരു ഉൾഗ്രാമമാണ്, ഏതോ ഒരു അധികം ആളുകൾ വരാത്തൊരു സ്ഥലമാണ്. അപ്പൊ അത്ര ആളുണ്ടായിരുന്നില്ല. എങ്കിലും ശിവരാത്രിയാണ്. അപ്പൊ ഇദ്ദേഹത്തിനകത്ത് ശിവരാത്രിയാണെന്ന് അറിയില്ല. ആ അമ്പലത്തിൽ കയറി, നല്ല അന്ധകാരം. പക്ഷെ പുള്ളിക്ക് അവിടെ നിവേദ്യങ്ങൾ ആരൊക്കെയോ പകലോ മറ്റോ കൊണ്ടുവച്ച പല സാധന സാമഗ്രികളും ഇച്ചിരി അസ്പഷ്ടമായിട്ട് കാണാൻ തുടങ്ങി, ഇരുടായതുകൊണ്ട്. അദ്ദേഹം എന്ത് തീരുമാനിച്ചു, എന്തായാലും ഇവിടെ കുറെ സാധനം ഒക്കെ അടിച്ചു മാറ്റാം എന്ന് കരുതിയിട്ട് വെളിച്ചം വേണമല്ലോ. അപ്പൊ നോക്കുമ്പോൾ ഒരു തിരി ഇങ്ങനെ ചെറുതായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാന്റെ ആ ശിവലിംഗത്തിനടുത്തൊരു വിളക്കിൽ തിരി ചെറുതായി കത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി ആളി കത്തണമെന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം കീറി ഒരു തിരി പോലെയാക്കി ആ തിരിയിൽ നിന്ന് അഗ്നിയെ കൊളുത്തി, ആ ചെറിയ തിരിയിൽ നിന്ന്. അപ്പൊ നന്നായിട്ട് ആളി കത്തി. അപ്പൊ നന്നായിട്ട് ആളി കത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? ചുറ്റുപാടുമുള്ള വസ്തുക്കൾ നന്നായിട്ട് കാണാൻ. പക്ഷെ ഇവിടെ മറ്റൊരു സംഭവം സംഭവിച്ചു. കാരണം അദ്ദേഹം ശിവരാത്രി നാളിലാണ് ഇത് ചെയ്തത്. ശിവരാത്രി നാളിൽ ഭഗവാന്റെ മുമ്പിൽ ഒരു തിരി തെളിയിച്ചു എന്നുള്ള പുണ്യം അദ്ദേഹത്തിന് വന്നു കയറും. നമുക്ക് വളരെ വിചിത്രമായ കാര്യമാണ്. ഭഗവാനെ സംബന്ധിച്ച് മൃത്യുഞ്ജയ ഭഗവാൻ, ശിവഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ നമ്മൾ ആശുതോഷ് എന്ന് പറയും. ഭഗവാന്റെ മറ്റൊരു പര്യായമാണ് ആശുതോഷ്. പെട്ടെന്ന് സന്തോഷം. അശുതോഷ്, തോഷ് മീൻസ് സന്തോഷിക്കുക, സന്തോഷം, സന്തോഷ്. പെട്ടെന്ന് ഭഗവാൻ സന്തോഷിക്കും. ക്ഷിപ്രഗോപി ആണെങ്കിൽ പെട്ടെന്ന് സന്തോഷിക്കും. 2 കള്ളന്മാര് തട്ടുംപുറത്ത് മോഷ്ടിക്കാൻ വലിഞ്ഞു കയറി കൈതട്ടി വെള്ളം നിറച്ച ഒരു കുംഭം താഴെ വീണു. നേരെ വീണത് ശിവലിംഗത്തിന് മുകളിലാണ്. അപ്പൊ ജലാഭിഷേകം നടത്തിയത് കൊണ്ട് ആ കള്ളന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാനെ സംബന്ധിച്ച് കാര്യകാരണങ്ങളൊന്നും ഭഗവാൻ തിരക്കില്ല. തന്നെ ആര് പൂജിക്കുന്നു അവരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അതാണ് ക്ഷിപ്രപ്രസാദിയാണ്. ക്ഷിപ്രകോപിയാണെങ്കിൽ കൂടിയും ക്ഷിപ്രപ്രസാദി ആശുതോഷാണ്. ശിവരാത്രി നാളിൽ ഒരു തീ തെളിയിച്ചു അമ്പലത്തിൽ എന്നുള്ള പുണ്യം അദ്ദേഹത്തിന് വന്നു ചേർന്നു. ആ ഒറ്റ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് പാപവാസനകൾ ഇല്ലാതായിട്ട് മാറി. നമ്മൾ ആദ്യം പഠിച്ചു മത്താപനാശനകരം. പാപത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് താപം, ദുഃഖമാകുന്ന താപം. അപ്പൊ ഈ നമ്മൾ എത്ര വലിയ അധർമ്മിയാണെങ്കിലും മോശക്കാരനാണെങ്കിലും സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോഭയ. സ്വല്പം അപ്യസ്യ, അല്പം, കുറച്ച് മാത്രം ഭഗവാൻ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് പൂജിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ആരാധന നമ്മുടെ ആയിരക്കണക്കിന് പാപവാസനകൾ ഇല്ലാതാക്കി മാറ്റും. കാരണം ഭഗവാൻ അത്ര അനുകമ്പയാണ്, വലിയ അനുകമ്പ നിധിയാണ് ഭഗവാൻ. ഒരൊറ്റ പുഷ്പം എടുത്തിങ്ങനെ ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന് പറഞ്ഞ് അർച്ചിച്ചു കഴിഞ്ഞാൽ അനേകായിരം പാപങ്ങളെ ആ ഒരൊറ്റ കർമ്മത്തിലൂടെ നമ്മൾ ഇല്ലാതായിട്ട് മാറും. അപ്പോ ഈ ഗുണനീ എന്ന് പറഞ്ഞ ബാലിന് ശിവരാത്രി നാളിൽ അമ്പലത്തിൽ ദീപം തെളിയിച്ച ആ പുണ്യം വന്നു ചേർന്നു. ആ പുണ്യം വന്നു ചേർന്നുകൊണ്ട് അടുത്ത ജന്മം ആ പുണ്യത്തിന്റെ ഫലമായി കലിംഗ രാജാവിന്റെ മകനായി ജനിക്കുകയും വലിയ ശിവഭക്തനായിട്ട് മാറുകയും രാജാവിന്റെ മകനാണെങ്കിൽ കൂടിയും ശിവപൂജയിലും ശിവ ആരാധനയിലും മുഴുകി. അങ്ങനെ ഭഗവാന്റെ വലിയ അനുഗ്രഹം കൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം ലോകത്തിലെ മുഴുവൻ ധനത്തിന്റെയും അധിപതിയായിട്ട് മാറി, വിത്തേശനായിട്ട് മാറി. അപ്പൊ വിത്തേശ ബാന്ധവം മൃത്യുഞ്ജയം ഭജെ. വിത്തേശം, കുബേരന്റെ ബന്ധുവായ മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. നോക്കൂ, ഭഗവാന്റെ സ്വരൂപം. ഭഗവാൻ ശ്മശാനവാസിയാണ്. ഭഗവാൻ ശിവഭഗവാൻ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരാളല്ല, ശ്മശാനവാസിയാണ്. ഭൂതഗണങ്ങളുടെ കൂടെ താമസിക്കുന്നു. ഭഗവാന്റെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ച് ആരോരുമില്ലാത്ത ഭൂതപ്രേത പിശാചുക്കളാണ്. എന്നാൽ ഭഗവാൻ എവിടെ താമസിക്കുന്നു? ശ്മശാനത്തിൽ താമസിക്കുന്നു. നിറയെ ഭസ്മമൊക്കെ പൂഷിക്കും. അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, ധനവും ആഭിജാത്യവും ആടിത്തവും ഇല്ലാത്തൊരാള് എന്ന് തോന്നുമെങ്കിലും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സമ്പത്തും നമ്മളിൽ വന്നു ചേരും എന്നുള്ളതാണ് വിദ്വേഷ ബാന്ധവം മൃത്യുഞ്ജയം ഭജെ എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സനാതനമായിരിക്കുന്ന ഹൈന്ദവമായിരിക്കുന്ന തത്വദർശനത്തിന് ചില തെറ്റിദ്ധാരണകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ. എന്താണ് തെറ്റിദ്ധാരണ? ആധ്യാത്മിക എന്ന് പറഞ്ഞാൽ ഒരുതരം വരട്ടുവാദമാണ്. അല്ലെങ്കിൽ ഭക്തി, ഈശ്വരീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണമൊന്നും സമ്പാദിക്കാതെ നമ്മളൊരു എല്ലാത്തിനെയും നിഷേധിച്ച് നിഷേധാത്മകമായി ഏകാന്തമായി ജീവിക്കുന്ന എന്തോ ഒന്നാണ് ഈശ്വരീയത എന്ന് നമ്മുടെ ഇടയിൽ
ഒരു ഒരു തെറ്റിദ്ധാരണ ഹൈന്ദവ ആത്മീയതയെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും തെറ്റാണ്. ഹൈന്ദവ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന്റെ അധിപതിയാകുക, പരമാവധി സമ്പത്തിനെ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ശ്രീരുദ്രം എന്ന് പറയുന്ന കൃതി പഠിച്ചു കഴിഞ്ഞാൽ ശംശമേ മനഃശമേ എന്നൊക്കെ പറഞ്ഞു, അതില് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വരട്ടെ, ആയിരക്കണക്കിന് ഐശ്വര്യങ്ങൾ എന്നിലേക്ക് ഉണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അപ്പൊ അത്രത്തോളം ധനം സമ്പാദിക്കാനും ഐശ്വര്യത്തിലേക്ക് ഉയരുവാനുമാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഗൃഹം എത്രത്തോളം ഐശ്വര്യയുക്തമായി തീരുന്നുവോ അത്രത്തോളം അവിടെ ഈശ്വര അനുഗ്രഹം ഉണ്ടാകും. അപ്പൊ ഐശ്വര്യത്തെ നിഷേധിക്കുക എന്നുള്ളത് ഗുരുധർമ്മത്തിന്റെയോ അല്ലെങ്കിൽ സനാതനമായി ഇവിടെ ഇരിക്കുന്ന ആധ്യാത്മികമായ ധർമ്മത്തിന്റെയോ ഉദ്ദേശമല്ല ഐശ്വര്യത്തെ നിഷേധിക്കുക. ഐശ്വര്യത്തെ നിഷേധിച്ചു കഴിഞ്ഞ് പ്രാകൃതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതുമല്ല. ഞാനൊരു കേവലം ഒരു ദൃഷ്ടാന്തമായിട്ട് പറയാം. നമ്മുടെ ഭാരതത്തിലെ ശൈവ സമ്പ്രദായത്തിൽ ഏറ്റവും വിരക്തരായ സന്യാസിമാരുള്ളത് അഖാഡകളിലാണ്. അഖാഡ എന്ന് പറഞ്ഞാൽ സന്യാസ സംഘമാണ്. ജൂന അഖാഡ, നിരഞ്ജിനി അഖാഡ, അങ്ങനെ ഒരുപാട്. അങ്ങനെയാണോ ശ്രീനാരായണ ധർമ്മസംഘം എന്നുള്ളത് സന്യാസ സംഘമാകുന്നത്, രാമകൃഷ്ണ മഠം എന്നുള്ളത് സന്യാസ സംഘമാകുന്നത്. അതേപോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസ സംഘമാണ് അഖാഡ. ഇപ്പൊ ശ്രീനാരായണ ധർമ്മസംഘത്തിൽ ഏതാണ്ട് 60ഓളം സന്യാസിമാരുണ്ട്. എന്നാൽ അഖാഡയിൽ, ജൂന അഖാഡയിൽ മാത്രം 10 ലക്ഷത്തിലധികം സന്യാസിമാർ. 10 ലക്ഷമാണ്, 100, 200, 300 അല്ല, 10 ലക്ഷത്തിലധികം സന്യാസിമാരുള്ള ഒരു ആശ്രമമാണ്, ഒരു സംഘടനയാണ് ജൂന അഖാഡ, ഹരിദ്വാറാണ് ആസ്ഥാനം. ആ ജൂന അഖാഡയിലെ സന്യാസിമാർ നാഗസന്യാസിമാരാണ്. അവർ സർവ്വതും അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് ഒന്നും തന്നെ ഇല്ല, വസ്ത്രം പോലും ഇല്ല. നമുക്കറിയാം കുംഭമേളയൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ വസ്ത്രമില്ലാത്ത ദിഗംബരന്മാരായിട്ടുള്ള സന്യാസിമാരെ കാണും. വസ്ത്രവും സർവസ്വവും ഉപേക്ഷിച്ച് അതിവിരക്തരായ ശൈവഭക്തരായ ഈ സന്യാസിമാർ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ആളുകൾ. അഖാഡയുടെ ആസ്തി എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ആസ്തിയാണ്, കോടാനുകൂടി ആസ്തിയാണ്. ആയിരക്കണക്കിന് ആശ്രമങ്ങളും കൃഷിസ്ഥലങ്ങളും സ്ഥാപനങ്ങളും, അങ്ങനെ വലിയ ബൃഹത്തായ ആസ്തിയാണ് അഖാഡയ്ക്കുള്ളത്. നമുക്ക് ഭഗവാനെ ഭജിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ എല്ലാ പ്രകാരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കും. ഭാരതത്തിൽ ഏത് ആശ്രമമാണ് ദരിദ്രമായിട്ടുള്ള? എല്ലാ ആശ്രമങ്ങളും നിങ്ങൾ നോക്കൂ, സമ്പത്ത് കുമിഞ്ഞുകൂടിയാണ് എല്ലാ ആശ്രമങ്ങളും. അത് എന്തെങ്കിലും വേറെ കള്ളത്തരമോ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടില്ല. കാരണം ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ലോകത്ത് ഭഗവത് ചിന്തനത്തെയും ഭഗവത് ധർമ്മത്തെയും പ്രചരിപ്പിക്കാൻ ആര് മുന്നിട്ടിറങ്ങുന്നു അവരിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ചിന്ത ഇതൊക്കെ ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ, അത് അല്പം ഭക്തനായി ജീവിക്കുക, അല്പം ആത്മീയവാദിയായി ജീവിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും നിഷേധിച്ചുള്ള ഒരു ജീവിതമല്ല. വിത്തേശ ബാന്ധവ മൃത്യുഞ്ജയം ഭജെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തേശനായിരിക്കുന്ന, ധനത്തിന്റെ അധിപനായിരിക്കുന്ന കുബേരന്റെ ബന്ധുവായ മൃത്യുഞ്ജയനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിലേക്കും ആ അവസ്ഥ വന്നു ചേരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഗൃഹം എത്രത്തോളം ഐശ്വര്യയുക്തമായി തീരുന്നുവോ, ധനയുക്തമായി തീരുന്നുവോ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി അടുത്ത വിശേഷണമായിട്ട് നിഷ്ഠുല സ്വാമികൾ പറയുന്നു, ഇനായുധ സന്നിഭാംഗം. ഇതൊരു പ്രത്യേക വാക്കാണ്. വിത്തേശ ബാന്ധവം ഇനായുധ സന്നിഭാംഗം എന്നവിടെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരുമിച്ച് പറഞ്ഞാൽ വിത്തേശ ബാന്ധവം എന്നുള്ളത് ഒരു വിശേഷണമാണ്. സന്ധി വന്ന് ഇനായുധ സന്നിഭാംഗം എന്നുള്ളത് മറ്റൊരു വിശേഷണമാണ്. ഇനായുധം, ആയുധം എന്ന് പറഞ്ഞാൽ 10,000 എന്നാണ്. ഇന എന്ന് പറഞ്ഞാൽ അതിന് സൂര്യൻ എന്നർത്ഥം. സൂര്യൻ ഒരു പര്യായമാണ് ഇന. അപ്പൊ ഇനായുധം എന്ന് പറയുമ്പോൾ 10,000 സൂര്യന്മാർ, സന്നിഭം എന്ന് പറയുമ്പോൾ ചേർന്നിരിക്കുക. 10,000 സൂര്യന്മാർ ഒരുമിച്ച് ചേർന്ന് ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന തേജസ് എന്താണോ അതേ തേജസ്സോട് കൂടിയ അംഗത്തോട് കൂടിയ അംഗം, സന്നിഭ അംഗമാണ് സന്നിഭാംഗം. അപ്പൊ ഇനായുധ സന്നിഭാംഗം മൃത്യുഞ്ജയം ഭജെ. അഹം ഇനായുധ സന്നിഭാംഗം മൃത്യുഞ്ജയം ഭജെ. ഞാൻ ഇനായുധ സന്നിഭാംഗനായി. 1000 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്ന തേജസ് എത്രയാണ്? ആ തേജസ്സിനെ ഒരു 10,000 ആതിഥേയ എന്ന് ഗുരുതൻ പറഞ്ഞിട്ടുണ്ട്. ആ തേജസ്സിന് തുല്യമായിരിക്കുന്ന തേജസ്സോട് കൂടിയ മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് അവസാനത്തെ വിശേഷം. വളരെ സരളമാണ് ചിന്തന. അപ്പൊ മൃത്യുഞ്ജയ ഭഗവാനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൃത്യുഞ്ജയതി ഇത് മൃത്യുഞ്ജയ. മൃത്യുവിനെ ആരാണോ ജയിക്കുന്നത് അല്ലെങ്കിൽ ജയിപ്പിക്കുന്നത് അത് മൃത്യുഞ്ജയ ഭഗവാൻ എന്ന് പറഞ്ഞു. മൃത്യു എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പ്രകാരത്തിലുള്ള മൃത്യുക്കളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്.
3 പ്രകാരത്തിൽ നമുക്ക് മൃത്യുക്കളുണ്ട്. ഒന്ന് ശാരീരികമായ മരണമുണ്ട്, അതേപോലെ നമ്മുടെ വ്യക്തിത്വം മരിക്കുന്നുണ്ട്, പിന്നെ ക്ഷണിക മരണം. ശാരീരികമായ മരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നശിച്ചു പോകും. ഇതിനോട് നമുക്ക് ഭയമുണ്ട്. അപ്പോൾ ശരീരമാകുന്ന നാശം എന്ന് പറയുന്ന മരണത്തിന്റെ ഭയത്തെ മറികടക്കാൻ എന്ത് വേണം? ശരീരസാപേക്ഷമല്ലാത്തൊരു അസ്തിത്വം എനിക്കുണ്ട് എന്ന ആത്മീയമായ തിരിച്ചറിവിലേക്ക് വരണം. അങ്ങനെയുള്ള ആത്മീയമായ തിരിച്ചറിവിലേക്ക് നമ്മെ ഉയർത്തുന്നത് കാരണം ഭഗവാനെ മൃത്യുഞ്ജയൻ എന്ന് പറയാം. അതേപോലെ വ്യക്തിത്വ സാപേക്ഷമായ മരണമുണ്ട്. നമ്മളെല്ലാം ശരീരധാരികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും നമുക്ക് വ്യക്തിത്വങ്ങളുണ്ട്. ഞാനൊരു സന്യാസിയാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ബോസാണ്, ഞാനൊരു മേലധികാരിയാണ്, ഞാനൊരു മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ അനേകം വ്യക്തിത്വങ്ങൾ നമ്മളിലുണ്ട്. ഈ വ്യക്തിത്വങ്ങൾക്കും മരണമുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഒരിക്കൽ ജനിക്കുന്നു, ഒരിക്കൽ മരിക്കുന്നു, ഇല്ലാതാകുന്നു. അതേപോലെ സന്യാസി എന്ന് പറയുന്ന വ്യക്തിത്വം ജനിക്കുന്നു, അതും മരിക്കുന്നുമുണ്ട്. എത്രയോ സന്യാസിമാർ സന്യാസ വൃത്തിയെ ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എത്രയോ സന്യാസിമാര് സന്യാസിയായി വേഷം കെട്ടി നടക്കുകയും ആന്തരികമായിട്ട് സന്യാസ വൃത്തി എന്ന് പറയുന്ന ആ വ്യക്തിത്വം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏത് പദവി എടുത്തു കഴിഞ്ഞാൽ ആ പദവിക്കൊരു മരണം. ഈ വ്യക്തിത്വം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയവും നമ്മളിലുണ്ട്. അതും എന്താ? അതൊരു മൃത്യുഭയമാണ്. ആ മൃത്യുഭയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ശരണാഗതനാകുക നമ്മൾ പഠിച്ചു. ശരണാഗതി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളും. അപ്പോ ആ തരത്തിൽ ശരണാഗതനായി നമ്മുടെ വ്യക്തിത്വ മൃത്യുവാകുന്ന മൃത്യുവിനെ ജയിക്കുന്നത് കൊണ്ട് ഭഗവാൻ മൃത്യുഞ്ജയനാണ് എന്ന് പഠിച്ചു. അതേപോലെ ക്ഷണിക മരണമുണ്ട്. ക്ഷണിക മരണം എന്ന് പറയുമ്പോൾ നിരന്തരം ഈ ലോകം ഓരോ ക്ഷണവും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷണം അടുത്ത ക്ഷണമില്ല, പൂർവക്ഷണം മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ക്ഷണികമായിരിക്കുന്ന ഈ ലോകത്ത് ക്ഷണിക വൃത്തികളോടുകൂടി ക്ഷണിക സംഭവങ്ങളോട് കൂടി നമ്മൾ താതാത്മ്യത്തിലാണ് നിരന്തരം. അതുകൊണ്ട് തന്നെ നാം നിരന്തരം ക്ഷണിക മൃത്യുവിനും വിധേയപ്പെടുന്നു. ഈ ക്ഷണിക മൃത്യുവിനെ ജയിക്കാനുള്ള വഴി എന്താണ്? മാറ്റമില്ലാത്ത ഒന്നിൽ നമ്മുടെ മനസ്സ് വെക്കുക. മാറ്റമില്ലാത്ത ഒന്നിൽ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ ക്ഷണിക മൃത്യുവിനെ നമുക്ക് ജയിക്കാൻ കഴിയും. ആ പ്രകാരത്തിലും ഭഗവാൻ മൃത്യുഞ്ജയനാണ്. അപ്പൊ അങ്ങനെയുള്ള മൃത്യുഞ്ജയ ഭഗവാനെ മൃഗകിശോരധരം, ആൺകുട്ടിയെ കയ്യിലെടുത്ത് നടക്കുന്ന അങ്ങനെയുള്ള മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. അപ്പൊ ഇതാണ് ഈ 2ാമത്തെ ശ്ലോകത്തിനർത്ഥം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപസംഹരിക്കുന്നു.